വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എനിക്കുമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡബ്ല്യുഡബ്ല്യുഇയിലെ ഏറ്റവും മികച്ച 5 മണി ഇൻ ദ ബാങ്ക് ക്യാഷിനെ പറ്റിയാണ്. അത് ഏതൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാഷിനെ അത് താഴെ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഡോസ് സിഗ്ലറാണ്. ഡോസ് സിഗ്ലർ മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്യുന്നത് 2012 ഇപ്പോൾ 2012 ആ ഒരു മണി ഇൻ ദ ബാങ്ക് മാച്ച് കണ്ടാൽ തന്നെ അറിയാം ഡോസ് സിഗ്ലറിന്റെ ആ ഒരു റേഞ്ച്, ആ ഒരു മാച്ച് എങ്ങനെയാണ് കിടില മാച്ചാണ്. ഡോസ് കിടിലം പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു മാച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോസ് സിഗ്ലർ 9 മാസമായിരുന്നു ആ ഒരു മണി ഇൻ ദ ബാങ്ക് കൈവശം വെച്ചിരുന്നത്. അങ്ങനെ 2013 റോ എപ്പിസോഡിൽ ആൽബർട്ടോ ഡെൽ റിയോ ആയിരുന്നു അന്നത്തെ ഒരു വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ. അങ്ങനെ ആ ഒരു ആൽബർട്ടോ ഡെൽ റിയോയ്ക്ക് ഒരു മാച്ച് ഉണ്ടായിരുന്നു. ജാക്ക് സാബറിനെതിരെയും സെപ്പ് കോട്ട്ലാൻഡിനെതിരെയും ഒരു ഹാൻഡിക്യാപ്പ് മാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ ആൽബർട്ടോ ഡെൽ റിയോ വിജയിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഡോസ് സിഗ്ലർ വരുന്നത്. ഡോസ് സിഗ്ലർ വന്നതിന് ശേഷം ആ ഒരു മണി ഇൻ ദ ബാങ്ക് ക്യാഷ് ചെയ്യുകയും അങ്ങനെ ആ ഒരു സിക്സാഗ് എന്ന ഫിനിഷർ ചെയ്തുകൊണ്ട് ഡോസ് സിഗ്ലർ ആയിരുന്നു ന്യൂ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പായി മാറിയത്. അങ്ങനെ തൻ്റെ കരിയറിലെ 2ാമത്തെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ആവുകയും ചെയ്തിരുന്നു. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ദി വൈപ്പർ റാൻഡി ഓർട്ടനാണ്. 2013 റാൻഡി ഓർട്ടൻ മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്യുന്നത്. ആ ഒരു വർഷത്തെ സമ്മർ സ്ലാമിലായിരുന്നു റാൻഡി ഓർട്ടൻ്റെ ക്യാഷിംഗ് നടന്നിട്ടുണ്ടായത്. അങ്ങനെ ആ ഒരു മാച്ചിൽ ഡാനിയൽ ബ്രയൻ ജോൺസിനെ തോപ്പിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു റാൻഡിയുടെ തീം മ്യൂസിക് അവിടെ പ്ലേ ആവുകയും റാൻഡി ഓർട്ടൻ വന്ന ത്രിബിളച്ചിൻ്റെ സഹായത്തോടു കൂടി റാൻഡി ആ ഒരു മണി ഇൻ ദ ബാങ്ക് ക്യാഷിംഗ് ചെയ്ത് WWE ചാമ്പ്യൻ, അതായത് 7th ടൈം WWE ചാമ്പ്യൻ ആവുന്ന കാഴ്ചയായിരുന്നു നമുക്കത് കാണാൻ സാധിച്ചത്. നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സെത്ത് ഫ്രീക്കിൻ റോളിൻസ് ആയിരുന്നു. 2014 സെത്ത് റോളിൻസ് ആയിരുന്നു മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിൻ ചെയ്തതിനു ശേഷം തൊട്ടടുത്ത വർഷം 2015 WrestleMania 31 ബ്രോക്ക് ലെസ്നറും റോമൻ റെയ്ൻസിനും ഒരു WWE വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മാച്ചിൻ്റെ ഇടയിൽ വെച്ച് സെത്ത് റോളിൻസ് വരികയും അങ്ങനെ ആ ഒരു മണി ഇൻ ദ ബാങ്ക് സക്സസ്ഫുള്ളായി ക്യാഷ് ചെയ്യുകയും അങ്ങനെ സെത്ത് റോളിൻസ് ആ ഒരു WWE ചാമ്പ്യൻഷിപ്പ് നേടുന്ന കാഴ്ചയായിരുന്നു നമുക്കന്ന് കാണാൻ സാധിച്ചത്. നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് റൈറ്റർ ആർ സൂപ്പർ സ്റ്റാർ എഡ്ജാണ്. അപ്പം എഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ എഡ്ജ് 2 തവണയാണ് മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എഡ്ജിൻ്റെ ആദ്യത്തെ മണി ഇൻ ദ ബാങ്ക് വിൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്ജ് 2005 മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിൻ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത വർഷത്തിലെ പേപ്പർ വേ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആ ഒരു പേപ്പർ വിൻ എഡ്ജ് ജോൺസിനെതിരെയായിരുന്നു ക്യാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജോൺസിനെ ഒരു സ്പിയർ അടിച്ചുകൊണ്ട് എഡ്ജായിരുന്നു ന്യൂ WWE ചാമ്പ്യനായിട്ട് മുന്നോട്ട് പോയിരുന്നത്. ആ ഒരു വർഷത്തെ മണി ഇൻ ദ ബാങ്ക് വിജയിച്ചിട്ടുണ്ടായിരുന്നു എഡ്ജായിരുന്നു. അത് മിസ്റ്റർ കെനഡിക്ക് ഇഞ്ചുറി പറ്റിയത് കൊണ്ടാണ് എഡ്ജിന് ആ ഒരു മണി ഇൻ ദ ബാങ്ക് കിട്ടിയത്. അന്നത്തെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പായി മുന്നോട്ട് പോയിരുന്നത് അണ്ടർടേക്കറിനായിരുന്നു. അങ്ങനെ എഡ്ജ് അണ്ടർടേക്കറിനെതിരെയായിരുന്നു ക്യാഷ് ചെയ്യാൻ പോയത്. അങ്ങനെ അണ്ടർടേക്കറിനെ ഒരു സ്പിയർ അടിച്ചുകൊണ്ട് എഡ്ജായിരുന്നു ന്യൂ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പായി മുന്നോട്ട് പോയത്. നമ്മളുടെ ലിസ്റ്റിലെ 1ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് CM Punk ആണ്. ഇപ്പോൾ CM Punk 2 തവണ എഡ്ജിനെ പോലെ തന്നെ മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ CM Punkന്റെ ആദ്യത്തെ മണി ഇൻ ദ ബാങ്ക് വിൻ നടക്കുന്നത് 2008 അപ്പോൾ 2008 ആ ഒരു CM Punk മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്തതിന് ശേഷം അന്നത്തെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പായിട്ടുള്ള എഡ്ജിനെതിരെയായിരുന്നു CM Punk ക്യാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഡ്ജിനെ ക്യാഷ് ചെയ്തുകൊണ്ട് CM Punk ആയിരുന്നു ന്യൂ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പായി മാറിയത്. അങ്ങനെ CM Punk 2009 മണി ഇൻ ദ ബാങ്കിലും CM Punk വിജയിച്ചു. ഇന്നത്തെ വേൾഡ് ചാമ്പ്യനുള്ള ജെഫ് ഹാർഡിക്കെതിരെയായിരുന്നു CM Punk ക്യാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെഫ് ഹാർഡി ക്യാഷ് ചെയ്തുകൊണ്ട് അങ്ങനെ CM Punk ന്യൂ WWE ചാമ്പ്യൻ ആവുന്ന കാഴ്ചയായിരുന്നു നമുക്കന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സക്സസ്ഫുൾ ക്യാഷിനായിട്ടാണ് ഇന്നും WWE കണക്കാക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് 5 മണി ഇൻ ദ ബാങ്ക് ക്യാഷിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടോ, അത് താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.